കാലഘട്ടത്തിലെ ഓർമ്മകളെല്ലാം ചേർത്ത് വെച്ച് അനുഭവക്കുറിപ്പുകൾ എഴുതി ഒരു പുസ്തകമാക്കിയ ഒരു കൊച്ചുമിടുക്കനെ കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. കോഴിക്കോട് കുറ്റ്യാടി ആലക്കാട് MLP സ്കൂളിലെ 1ാം ക്ലാസ്സുകാരനായ ആദിക് ദേവ് ബി അനൂപിന്റെ നിറമൂറും നിലവുകൾ എന്ന പുസ്തകം പ്രകാശനം ചെയ്തിരിക്കുകയാണ്. 6 വയസ്സുകാരന്റെ പുസ്തകം സമൂഹ മാധ്യമങ്ങളിലും ഗൃഹാതുരത്വം ഉണർത്തുന്ന ഓർമ്മകൾ എന്ന തരത്തിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നയൻതാരയാണ് നമ്മുടെ കൂടെ ഉള്ളത്. നയൻതാര, പുസ്തകത്തിനിട്ട പേര് അത് അച്ചട്ടാണ്, നിറമൂറും നിലവുകൾ അല്ലേ? ആ ബുക്ക് ഇങ്ങനെ മറിച്ച് നോക്കിയാൽ ഒരു ഡയറി രൂപത്തിലാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശരിക്കും നമ്മളൊക്കെ എഴുതിയിരുന്നെങ്കിൽ തന്നെ എത്രയെത്ര സംഭവങ്ങൾ ഉണ്ടാകും. സ്കൂളിൽ രാവിലെ പോകുന്നത്, തിരിച്ചു വരുന്നത്, കളിക്കുന്നത്, മാർക്ക് പറയുന്നത്, അടി വാങ്ങിക്കുന്നത്, മുട്ടായി വാങ്ങിച്ച് എത്രയെത്ര ഓർമ്മകൾ, അതെല്ലാം ആ പുസ്തകത്തിലുണ്ടാകും അല്ലേ? തീർച്ചയായും പൂജ പറഞ്ഞപ്പം ഞാനും ചിന്തിക്കായിരുന്നു, ഇങ്ങനെ ഓരോ അനുഭവങ്ങളും അന്ന് എഴുതിയിരുന്നെങ്കിൽ ഇന്ന് വർഷങ്ങൾക്ക് ശേഷം വായിക്കുമ്പോൾ എത്ര മനോഹരമായി നമുക്ക് തോന്നിയേനെന്ന്. ചില ഓർമ്മകളൊക്കെ മനസ്സിലുണ്ടെങ്കിൽ കൂടിയും അങ്ങനെ എല്ലാ ദിവസത്തിനും ഓർമ്മകൾ നമ്മൾ മനസ്സിലുണ്ടാവില്ലല്ലോ. ഇങ്ങനെയൊരു ഡയറി കുറിപ്പ് ആക്കിയിരുന്നെങ്കിൽ എന്ന് ഞാനും ആഗ്രഹിച്ചു പോയാണ്. ഇത് കാണുന്ന ചിലരെങ്കിലും അങ്ങനെ ഓർക്കും എന്ന കാര്യത്തിലും സംശയമില്ല. അതൊക്കെ ശരിക്കും വളരെ സന്തോഷത്തിൽ തന്നെയാണ്. അയാൾ വളരെ ചെറുപ്പത്തിൽ തന്നെ അമ്മ ഒരുപാട് കഥകളൊക്കെ വായിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞു. അതിങ്ങനെ കേട്ടിരിക്കും. അങ്ങനെ കുറച്ച് ഒരു 1ാം ക്ലാസ് എത്തുന്നതിന് മുമ്പേ തന്നെ അയാൾ അമ്മയ്ക്ക് എഴുതാൻ അറിയുന്നതിന് മുന്നേ തന്നെ അമ്മയ്ക്ക് ചില കഥകളും അതുപോലെ കവിതകളൊക്കെ അവൻ തനിയെ പറഞ്ഞു കൊടുക്കുമായിരുന്നു. അത് കേട്ട് അമ്മ ഒരു പേപ്പറിൽ എഴുതും. അത് നോക്കി വേറൊരു പേപ്പറിൽ എഴുതും. അങ്ങനെയാണ് ഇതും ഡയറി കുറിപ്പാക്കിയത് എന്ന് അച്ഛൻ പറയുണ്ടായി. സ്കൂളുകാരാണ് ഇങ്ങനെ ഒരു പുസ്തകം ആക്കാമെന്ന ഒരു ആശയത്തിലേക്ക് എത്തുന്നത്. സ്കൂളിൽ ദിവസവും ഇതുപോലെ ഡയറി കുറിപ്പുകൾ എഴുതാൻ വേണ്ടി ടീച്ചേഴ്സ് പറയുമായിരുന്നു. അങ്ങനെ ദിവസവും എഴുതും. അങ്ങനെ ഇതിൻ്റെ അദ്വിക്കിൻ്റെ ഒരു എഴുത്തിൻ്റെ ശൈലി കണ്ടപ്പോൾ ടീച്ചേഴ്സിന് തന്നെ തോന്നി ഇതൊരു പുസ്തകമാക്കിയാലോ എന്ന്. അങ്ങനെയാണ് സ്കൂൾ തന്നെ ഇനീഷ്യേറ്റീവ് എടുത്ത് ഇതൊരു പുസ്തകമാക്കിയത്. അതിൻ്റെ പ്രകാശന ചടങ്ങാണ് നമ്മൾ കണ്ടത്. ഇപ്പം നാട്ടിലെല്ലാം തന്നെ ഈ ഒരു പുസ്തകത്തെക്കുറിച്ചും ഇതിനുള്ള ഓർമ്മകളൊക്കെ പങ്കുവെച്ചും വളരെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഈ പുസ്തകത്തിനെ കുറിച്ച്. പേര് നമ്മൾ പറഞ്ഞല്ലോ, നിറമൂറും നിലവുകൾ. അത് ഓർക്കുമ്പോൾ തന്നെ നമ്മൾ ആ ഒരു പേര് പറയുമ്പോൾ തന്നെ നമ്മളെ ആ ഒരു ഗൃഹാതുര സ്മരണകളിലേക്ക് നമ്മളും തിരിച്ചു പോവുകയാണ്. ചെറുപ്പകാലത്ത് നമ്മളൊക്കെ ഇങ്ങനെ ഡയറി കുറിപ്പുകൾ എഴുതിയിരുന്നെങ്കിൽ ഇന്ന് കാലം കുറേ കടന്നെത്തുമ്പോൾ തിരിഞ്ഞു നോക്കാൻ വേണ്ടി നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരുപാട് വരികൾ അതിനകത്തുണ്ട്. ഈ വാർത്ത വായിക്കുമ്പോഴും നയൻതാര ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും എല്ലാം ഈ സ്കൂൾ കാലത്തിലെ ഒരുപാട് ഓർമ്മകൾ എൻ്റെ മനസ്സിൽ കൂടെ ഇപ്പോൾ പോകുന്നുണ്ട്. എത്ര മനോഹരമായിരുന്നു ആ ദിവസമൊക്കെ. അങ്ങനെ നമ്മൾ എഴുതി വെച്ചിരുന്നെങ്കിൽ ഒരു പുസ്തകം ഇപ്പോഴും ഇറക്കായിരുന്നു. അത് ശരിയാണ്. അപ്പോൾ ഈ പുസ്തകം എഴുതിയ ആത്വിക്കിനോടും പറയാനുള്ളത്, ഈ വെറും 6 വയസ്സ് മാത്രമുള്ള കുട്ടിയാണ്, മോനെ എഴുതുന്നുണ്ട്, അതൊരു പുസ്തകമായി ഇറങ്ങിയിരിക്കുകയാണ്. ആ എഴുത്ത് ഇനിയും നിർത്തരുത് എന്നുള്ളതാണ്. ആ വഴിയെ തന്നെ മുന്നോട്ട് പോകട്ടെ, നല്ലതായി പഠിക്കുക, എല്ലാവരും പ്രോത്സാഹിപ്പിക്കുക. ശരി നയൻതാര.